ഈ പുഴയും കടന്ന പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിശാലിൻ്റെ കൂടെ യമുന പോവുകയാണ്. യമുനയാണെങ്കിൽ വിശാലിനെ വിശ്വസിച്ച് കൂടെ ചെല്ലുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെയാണ് കൊണ്ടുപോകുന്നത് ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്കാണ്. അങ്ങനെ യമുന അവിടെ ചെല്ലിറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ. എന്തായാലും വിശാൽ കുറേ കള്ളമൊക്കെ പറഞ്ഞ് യമുനയെ വീട്ടിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് യമുന വിശാലിനോട് പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റാണ്. വിശാൽ വിളിച്ച ഉടനെ വിശാലിൻ്റെ കൂടെ വന്ന് ഞാൻ ചെയ്ത തെറ്റാണെന്നൊക്കെ വിശാലിനോട് യമുന പറയുന്നുണ്ട്. ഇതൊക്കെ ഒളിച്ച് നിന്ന് കേൾക്കുന്നുണ്ട് വിശാലിൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ അതിനുശേഷം യമുനയെ ആ മുറിക്കകത്തുള്ളിൽ പൂട്ടിയിട്ടിട്ട് വിശാൽ പോകുന്നുണ്ട്. അതിനുശേഷം ജനലിൽ കൂടെ വന്ന് യമുന എടുത്ത് പറയുന്നുണ്ട്, നീ ഇവിടെ കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാശിയോടെ ആ മുറിയിൽ പൂട്ടിയിട്ടിട്ട് വിശാൽ പോകുന്നുണ്ട്. യമുന കടന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പക്ഷേ വിശാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയമായിട്ടും കോളേജിൽ നിന്ന് വരാതെ യമുനയെ കാണാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുകയാണ് ശാരദ. അപ്പോൾ ശാരദയെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് കാവേരി, അമ്മ വിഷമിക്കേണ്ട, യമുനയ്ക്കൊന്നും പറ്റിക്കാണത്തില്ല, നമ്മൾ കൊണ്ടുവരുമല്ലേ യമുനെ, അമ്മ എന്തിനാ വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശാരദയും അച്ഛമ്മയൊക്കെ ഭയങ്കര കരച്ചിൽ, ഗംഗയും ഉണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്ന നേരെ ജയപാലിൻ്റെ കാവേരി വിനീതും ഗംഗയും കൂടെ വരികയാണ്. അപ്പം ജയപാലിൻ്റെ ഭാര്യ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പം നേരെ ഇടിച്ച് അകത്തേക്ക് വരികയാണ്. അകത്ത് ജയപാൽ ഇരിപ്പുണ്ട്. അപ്പോൾ ജയപാലിനെ കാണാൻ കാവേരിയും ഗംഗയും നേരെ വീടിനുള്ളിലേക്ക് കയറി വരികയാണ്. ജയപാലിൻ്റെ ഭാര്യയ്ക്ക് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ ചോദിച്ചിട്ടും ഒന്നും കാവേരി മറുപടി പറയുന്നില്ല. നേരെ ജയപാലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തായാലും കാവേരി യമുനയെ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.